ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ച കപ്പ കൊണ്ടുള്ളൊരു പുട്ടാണെന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. 1 കിലോ കപ്പയാണ് ഈ പുട്ടുണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1-2 പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഊറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു ആര് പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിക്കളയണം. അങ്ങനെ അതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ചീകി എടുക്കണം. ഇതുപോലെ മുഴുവനും അങ്ങനെ ചെയ്തെടുക്കുക. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ഉണക്കക്കപ്പ ഉരലിലിട്ടിടിച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയിട്ടിട്ടോ. അന്ന് നല്ലൊരു ടേസ്റ്റും ആയിരുന്നു. ഇപ്പം കപ്പ മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കപ്പയൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഈ കപ്പയ്ക്ക് ഒരു കട്ടുണ്ടല്ലോ, പിന്നെ ഇതിൽ നല്ല ജലാംശമുണ്ട്. നല്ല ഈ പുട്ടും കുറ്റിയിലൊക്കെ വാരിടാനും കഴിയുള്ളൂ. ഈ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കും ചെയ്യട്ടോ. എനിക്കിപ്പോൾ ഇതാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഈ പച്ചക്കപ്പയോണ്ടുള്ള പിട്ട് ഒരു പ്രാവശ്യം ഞാൻ കുടുംബശ്രീൻ്റെ മേളയിൽ പോയപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കപ്പ മുഴുവനും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കപ്പ ഒന്നും കൂടി ചെറിയ തരികളാവാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇതുപോലെ ഇതൊന്നും കൂടി മിക്സീൻ്റെ ജാറിലിട്ട് പൊടിഞ്ഞ് വന്നപ്പോൾ നല്ല വെള്ളമയാണ്. അതിനി ഒന്നും കൂടി ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. ഇപ്പം മുഴുവനും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പിഴിഞ്ഞ് വെച്ച കട്ടകളൊക്കെ ശരിക്കൊന്ന് ഉടയ്ക്കുക. ഇപ്പം കപ്പപ്പൊടി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കട്ടകളൊക്കെ ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പുട്ടിന് കുഴയ്ക്കണ മാതിരി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിൻ്റെ നല്ല നനവുണ്ട്. ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്ക് ഇതിലേക്കുള്ള തേങ്ങ ചിരകിയെടുക്കണം. ഇനി സാധാരണ പുട്ടും കുറ്റിയിൽ നിറയ്ക്കുന്ന മാതിരി ആദ്യം തേങ്ങ ഇട്ടിട്ട് പിന്നെ ഈ കപ്പ വാരിയിടുക, അങ്ങനെ നിറയ്ക്കുകയാണ് വേണ്ടത്. ഇതിൽ കുറച്ച് തേങ്ങ അധികം ഇടണം കേട്ടോ, എന്നാലേ ഇതിന് അധികം ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുമ്പ് ഞാൻ ഈ പുട്ട് കഴിച്ച സമയത്ത് ഒരു ദിവസം അത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പം കപ്പ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുട്ടുണ്ടാക്കിയിട്ട് എനിക്ക് യൂട്യൂബിലിടാലോ എന്ന്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പുട്ടുണ്ടാക്കിയത്. ഇപ്പം പുട്ടും കുറ്റി നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസിൽ പുട്ടും കുടത്തിൽ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പുട്ട് ആവിയൊക്കെ വന്നിട്ട് ആയിട്ടുണ്ട്. ഇനി അത് കുത്തിയെടുക്കുക. ഈ പുട്ടും കുറ്റിയിൽ ഈ കപ്പ ഒട്ടി പിടിക്കാതിരിക്കാനേ പുട്ടും കുടത്തിലെ വെള്ളം തിളച്ചതിന് ശേഷം ഈ കുറ്റി അതിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അതിന് ശേഷം കുറ്റിയിൽ വാരി നിറയ്ക്കുക. ഈ പുട്ട് ചിക്കൻ കറി മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ചൂടോടെ വെറുതെ കഴിച്ചാലും നല്ല രസമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.